ഞാൻ 5-സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചു. ഉണ്ടായ സമയത്ത് ഹൂ കെയർസ് എന്നായിരുന്നു ആ വ്യക്തിയുടെ റിപ്ലൈ. അപ്പൊ അത് തന്നെ കോട്ട് ചെയ്തുകൊണ്ടാണ് അഭിമുഖത്തിൽ പറയുന്നത്. അതേ നേതാവ് തന്നെയാണോ? അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒരു സ്ഥലത്ത് നമ്മൾ പറയുമ്പോൾ പലർക്കും പല മാന്യദേഹങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഹൂ കെയേഴ്സ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. എന്റെ വിഷമങ്ങൾ ഞാൻ പലരും മറ്റു പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ സ്വന്തം പിതാവിനെ ഒരുപാട് സ്ഥാനമാനങ്ങൾ ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ MLA തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനമാനങ്ങൾ ലഭിച്ചു. അതായത് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പല കാര്യങ്ങളിൽ പറഞ്ഞതിന് ശേഷവും ആ വ്യക്തിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പേര് പറയും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണെന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ അത് സ്ത്രീകൾക്ക് ഇനി അതൊരു ഇതായി മാറില്ല. അല്ല, അത് പേര് പറയാത്തതിന്റെ കാരണം ആ വ്യക്തി ഉൾപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൽ പലരുമായിട്ടും എനിക്ക് വളരെ അടുത്ത സ്നേഹബന്ധവും സൗഹൃദവും ഉണ്ട്. അപ്പൊ ആരെയും ഇത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇനി ഉണ്ടാവുകയാണെങ്കിൽ അത് അപ്പോൾ നമ്മൾ ആലോചിക്കും. ഞാൻ 5-സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരിക്കും ഫയർ ചെയ്തു, നന്നായിട്ട് ഫയർ ചെയ്തു. അതിനുശേഷം കുറെ നാൾ പിന്നീട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും അത്തരത്തിലുള്ള ഇത്രയും ശക്തമായ തെളിവുകളോടെ ആരോപണം പുറത്തു വരുമ്പോൾ എന്തുകൊണ്ട് വി.ഡി. സതീശൻ മിണ്ടുന്നില്ല? യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് എത്ര കാലം കൂടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിച്ചു നിർത്താൻ കഴിയും വി.ഡി. സതീശന്? വി.ഡി. സതീശനുമായി ഇതിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു ടീമിൽ നിന്ന് പുറത്തായോ എന്ന ഒരു ചോദ്യം കൂടി നിൽക്കുകയാണ്. കാരണം സതീശന്റെ ഒരു ശരീരഭാഷ കടുത്ത അതൃപ്തിയുടേതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതൃപ്തനായി സതീശൻ, എന്നാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുമില്ല. രാഹുലിനെതിരായ ആരോപണത്തിൽ അതൃപ്തിയിലാണ് വി.ഡി. സതീശൻ എന്ന് വ്യക്തമാക്കുന്ന ഒരു ശരീരഭാഷയാണ്. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ അത് വി.ഡി. സതീശനാണ്. ഇന്നിപ്പോൾ രാവിലെ അവർ എന്തുകൊണ്ട് ഇപ്പോൾ ആരെയാണോ രാഹുൽ ഈ ചാറ്റ് ചെയ്തിരിക്കുന്നത്? സൗന്ദര്യമുള്ളതിന്റെ ജാട, ഞാൻ വൃത്തികേടൊന്നും പറഞ്ഞില്ലല്ലോ, എന്താ ജാട, സുന്ദരിമാരെല്ലാം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കോഴിത്തരം പുറത്തെടുക്കുന്നുണ്ട് ഈ ചാറ്റിൽ എന്ന് വ്യക്തമാണ്. പ്രസാദ്, നമ്മളിപ്പോൾ ഒരു ചാറ്റ് കുഞ്ഞനിയൻ എന്നൊക്കെ പറയുന്നു, അനിയനൊന്നുമല്ല എന്ന് പറയുന്നു. അതോടൊപ്പം ഒരു സംഭാഷണം ഇനിഷ്യേറ്റ് ചെയ്യുകയാണ്, താൻ മുടിഞ്ഞ ഗ്ലാമർ അല്ലേ എന്നൊക്കെ. ദൈവത്തിന്റെ സ്വന്തം നാടാണ് എന്നൊക്കെ പറഞ്ഞ് അഭിമാനിച്ചിരുന്നു മലയാളികൾ. പിന്നെ കേരളം ഒരു ഭ്രാന്താലയമാണെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നാട് വിവേകാനന്ദനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു. അതിനേറെ ഇത് ഞരമ്പ് രോഗികളുടെ നാടാണ് കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക? മറുപടി പറയാനില്ല. ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് TV തുറക്കാൻ നമ്മൾ കുടുംബത്തിലങ്ങനെ കുട്ടികളോടൊപ്പം അത് പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നാണക്കേടാവുന്നു. ഒരു MLA, നമ്മളൊരു ജനപ്രതിനിധി, ജനങ്ങളെ തിരഞ്ഞെടുത്ത് ആവേശത്തോടുകൂടെ ബഹളമായ എന്തൊരാവേശമാണ്. സമരമൊക്കെ നടത്തുമ്പോൾ ചാടിയിട്ടും വീണിട്ടും തല്ലുകൊണ്ടിട്ടും പോലീസുകാരോട് ഉന്തിയിട്ടും ബഹളം ഉണ്ടാക്കിയിട്ടും ആക്രോശിച്ചുമൊക്കെ ഈ മഹാനേതാവ് ഏതാണ്ട് കേരളത്തിൽ ഇങ്ങോട്ട് ആറാടുകയായിരുന്നു. അയാളെ കൊണ്ട് നടക്കുകയായിരുന്നു മറ്റൊരു നേതാവ്. തൻ്റെ MLA സ്ഥാനം പോലും രാജിവെച്ച് MP ആയിപ്പോയി, മറ്റൊരു മണ്ഡലത്തിൽ പോയി ജയിച്ചു പോയി. സ്വന്തം കുഞ്ഞനീനെ പോലെ അവനെ ഊട്ടി വളർത്തി വലുതാക്കുകയായിരുന്നു. മറ്റൊരു നേതാവുണ്ട്, അദ്ദേഹം താങ്ങും തണലും കൊടുത്തവനെ വളർത്തി. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ തൻ്റെ സിംഹാസനത്തിലേക്കുള്ള യാത്ര സുഗമമാക്കാൻ ഈ പോരാളികൾ വേണം, ഈ തെമ്മാടിക്കൂട്ടം വേണം എന്നുള്ളത് അയാൾക്കറിയാം. അതുകൊണ്ട് അവരെ തീറ്റിപ്പോറ്റി വളർത്തുകയായിരുന്നു. എന്തിന് മലയാളി ഇതിനെ സഹിക്കണം എന്നുള്ളത് ഇവരാലോചിക്കണം. നാണക്കേട്. ഇന്നലെ ഒരു വളർന്നു വരുന്നൊരു നടി പുറത്തു പറഞ്ഞ വാക്കുകൾ കേട്ട് ഞെട്ടിപ്പോയി. ഈ കാമപ്രാന്ത് പിടിച്ചവൻ ആ കുട്ടിയെ ഉപദ്രവിച്ചതിൻ്റെ കഥകൾ, ആ കുട്ടിയെ വശത്താക്കാൻ ശ്രമിച്ചതിൻ്റെ തെളിവുകളടക്കാണ് ആ കുട്ടി പറഞ്ഞത്. പേര് പറഞ്ഞില്ല, അത് ആ കുട്ടിയുടെ മാന്യത കൊണ്ട് പറഞ്ഞില്ല. കാരണം ആ കുട്ടി ആ പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കളോടൊക്കെ വലിയ സ്നേഹമാണ്, ബഹുമാനമാണെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ പേര് പറയാതെ തന്നെ പറഞ്ഞു. നമുക്ക് മനസ്സിലാവും പ്രതിപക്ഷ നേതാവ് എന്നോട് പോലും ഈ കാര്യം സൂചിപ്പിച്ചപ്പോൾ ഹൂ കെയേഴ്സ് എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു അത്ര. ഇതിനു മുമ്പും ഇയാൾക്കെതിരെ ഒരു പരാതി വന്നു. അന്ന് അയാളോട് ചോദിച്ചപ്പോൾ ഹൂ കെയേഴ്സ് എന്നാണ് മറുപടി പത്രലേഖകരോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ കുട്ടി പറഞ്ഞത് ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള ഒരു നേതാവാണ് തന്നോട് അങ്ങനെ പെരുമാറിയതെന്ന് പറഞ്ഞപ്പോൾ അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് മനസ്സിലായി അത് ആരാണെന്നാണ്. പക്ഷേ ആ സംഘടനയുടെ നേതാക്കൾക്ക് അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സംഘടനയിൽ അനേകായിരം പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നില്ലേ, ആശ വെച്ച് പുലർത്തുന്നില്ലേ, ഒരു ദേശീയ പ്രസ്ഥാനമായിരുന്നില്ലേ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയൊരു സംഘടനയുടെ ഒരു ഇങ്ങേ അറ്റത്ത് 2025 വന്ന് നിൽക്കുന്ന ഈ ആഭാസൻ കാണിച്ചു കൂട്ടുന്ന വിക്രിയകൾ എങ്ങനെ ജനം സഹിക്കണം? ഇതിനാരും മറുപടി പറയും എന്നൊക്കെ എൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ തുളസീധരൻപിള്ള, പുള്ളി സംഘത്തിൻ്റെ ആളാണ് കേട്ടോ. കാരണം പുള്ളി വലിയ
ആവേശത്തിലാണ്, കിട്ടിയൊരു വടിയല്ലേ ആഞ്ഞടിക്കാൻ കിട്ടി. പുള്ളി അത് ഓടി വന്ന് എൻ്റെ അടുത്ത് പറയായിരുന്നു ഇത്രയും കാര്യങ്ങൾ. ശരിയല്ലേ എന്ന് ഞാനും ആലോചിച്ചു. സത്യമാണത്. ഇത്തരം ആൾക്കാർ നമ്മുടെ നാട്ടിൽ ജനപ്രതിനിധിയായാൽ എന്ത് ചെയ്യും? കഷ്ടമാണെന്നേ പറയാൻ പറ്റും. ഇയാൾക്കിതൊരു മാനസിക രോഗമാണ്, ഒരു സൈക്കോ ആണ് ഇയാൾക്ക് പെൺകുട്ടികളെ കണ്ട ഇയാൾക്ക് ഇളകും, ഇയാൾക്ക് നല്ല പെൺകുട്ടികളെ കണ്ട ഇളക്കും. ഇയാൾ ഈ നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചിട്ടില്ല, വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി കല്യാണം കഴിച്ചാലും ഇയാളുടെ ഈ സൂക്കേട് മാറുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അത് ജന്മവാസനയാകാനാണ് സാധ്യത. അത് സൈക്കോളജിസ്റ്റുകൾ പറയേണ്ടതാണ്. ഇയാളൊക്കെ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിപ്പിക്കുക എന്തൊരു ആവേശമായിരുന്നു. എല്ലായിടത്തും ഓടി നടന്ന് ആ പെൺകുട്ടികളെയൊക്കെ ചേർത്ത് പിടിച്ച ആവേശം കൊണ്ട് പെൺകുട്ടികൾക്കൊക്കെ ലഹരിയായിരുന്നു ഇയാൾ ചെറുപ്പക്കാരനാണല്ലോ, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം പത്രലേഖകരൊക്കെ ചോദിക്കുന്നുണ്ട്, കല്യാണം ഉടനെ കഴിക്കുമോ? ഇവിടെ നിന്ന് ജയിച്ചു പോയാൽ ഉടനെ കല്യാണം ഉണ്ടാവുമോ? ഇവിടുന്ന് തന്നെ പെണ്ണ് കെട്ടുമോ? ഇവിടുന്ന് തന്നെ കെട്ടിക്കുന്ന ചില യുവാക്കൾ, കൂടെ നടക്കുന്ന നേതാക്കൾ. എങ്ങനെയുണ്ട്? ഇയാൾ നാട് മുഴുവൻ നടന്ന് പെണ്ണുങ്ങൾക്ക് അയച്ചിരുന്ന മെസ്സേജുകളൊക്കെ ഇപ്പോൾ ടി വിയിൽ സ്ക്രോളിങ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പെൺകുട്ടിക്കായിട്ടുള്ള സംഭാഷണം പുറത്തു വന്നു. അയാൾ കാരണം ഗർഭിണിയായി എന്ന് ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീയായിട്ടുള്ള സംഭാഷണമാണ്. അതൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണോന്നൊന്നും അറിയില്ല, പക്ഷേ ടി വിയിൽ അത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഈ 6 വർഷവൻ നമ്മുടെ നേതാവായാൽ അവരെ താങ്ങുന്ന നേതാക്കൾ വീണ്ടും ഈ കേരളത്തിൽ നമ്മൾ അധികാരത്തിൽ വന്നാൽ ഇതുപോലെയുള്ള എത്ര എണ്ണത്തിന് ഇവർ പോറ്റി വളർത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞ നാണക്കേടുണ്ട്, ലജ്ജ തോന്നുന്നു. നമ്മുടെ നാട്ടിൽ എത്ര വർഷം ഭരിച്ച ഒരു പാർട്ടിയുടെ യുവജന സംഘടനയുടെ ദേശീയ പ്രസിഡന്റാണ്. കള്ളവോട്ട് ചെയ്താണ് ജയിച്ചെന്ന് പറയുന്നു. ഒരു പണപ്പെട്ടിയുടെ കഥയും പെട്ടിക്കഥ രണ്ടിടത്ത് നമ്മൾ കേട്ടു. ഇതിലപ്പുറമൊക്കെ അയാൾ ചെയ്യില്ല എന്നിപ്പോൾ നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. അന്ന് ആരും വിശ്വസിച്ചില്ല. അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. ജന്മന മനസ്സിൽ കാപട്യം കൊണ്ടു നടക്കുന്നവൻ കപടതയുമാണ്. പെൺകുട്ടികളെ വശത്താക്കി എത്ര പേര് പറ്റും. ആ പാർട്ടിയിലെ തന്നെ ചില നേതാക്കളുടെ മക്കളോടും ഭാര്യമാരോട് പോലുമൊക്കെ ഇയാൾ ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ടെന്ന് ആ പാർട്ടിക്കുള്ളിൽ തന്നെ സംസാരം എടുത്തറ. ഇപ്പോൾ പതുക്കെ പലരും പുറത്തേക്ക് വരുന്നു എന്നാണ്. നേതാക്കളോട് പലവട്ടം പറഞ്ഞു നോക്കിയിട്ടും ഇയാളെ പോറ്റി വളർത്തുകയായിരുന്നു. ഈ തല്ലുകൊള്ളാൻ വേണ്ടി വളർത്തിയുണ്ടാക്കുന്നവനെ പോലെ എന്താവാസത്തരം കാണിക്കാൻ ഇയാൾക്ക് മടിയില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ നേതാക്കൾ ഇവരെ വളർത്തുന്നത്. കാരണം അവർക്കൊന്നും ഇതൊന്നും പ്രശ്നമില്ല. നാട്ടുകാരുടെ മാനം പോയാൽ അവർക്കെന്താ? അവർക്ക് എങ്ങനെയെങ്കിലും ഭരണത്തിലെത്തണം, എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തണം, സുഖമായി വാഴണം. അത് തന്നെയാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ കാമഭ്രാന്തനെതിരെ പാർട്ടി തലത്തിൽ നടപടിയെടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. ജനങ്ങളുടെ പ്രതിനിധിയാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ചതാണ്. ഈ പാർട്ടി പറഞ്ഞ് വിശ്വസിപ്പിച്ച് ജനങ്ങൾ വോട്ട് ചെയ്തയപ്പിച്ചതാണ്. അതുകൊണ്ട് ആ സ്ഥാനത്ത് നിന്നുകൂടി ഇയാൾ രാജിവെക്കണം. അങ്ങനെ ജനങ്ങളുടെ മാനം രക്ഷിക്കണം എന്നും കൂടി ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വഹിക്കുന്ന MLA സ്ഥാനം കൂടെ രാജിവെക്കേണ്ടതുണ്ട്. അത് ഈ നാടിൻ്റെ മാനത്തിന്, കേരളത്തിൻ്റെ അഭിമാനത്തിന് വളരെ അത്യാവശ്യമാണെന്നാണ് അഭിപ്രായം. ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഇടണം. താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക.